പറഞ്ഞോ. ആ ഇനി മറ്റേ ഇപ്പൊ ത്രോംബോട്ടിക് കോംപ്ലിക്കേഷന് നമ്മൾ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ കൊടുക്കും. പിന്നെ മോസ്റ്റ് കോമൺ വെയിൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ റീനൽ വെയിൻസ്, പൾമിനറി വെയിൻസ് ആൻഡ് സെറിബ്രൽ വെയിൻസ്. പിന്നെ ഹൈപ്പോവോളിമിയ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ നോർമൽ സെലൈൻ കൊടുക്കുക. ഓക്കെ, ഇൻഫ്യൂഷൻ ഓഫ് നോർമൽ സെലൈൻ. പിന്നെ സ്റ്റീറോയിഡ് ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റീറോയിഡ് സ്പെയറിംഗ് ഏജൻസ് ഉപയോഗിക്കുക. ലെവാമിസോൾ, ആൽക്കൈലേറ്റിംഗ് ഏജൻസ്, സൈക്ലോസ്പോറിനൊക്കെ യൂസ് ചെയ്യുക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡ്രഗ്സ് കോസിങ് നെഫ്രോട്ടിക് സിൻഡ്രോം. ഓക്കെ, അതിന് 3 മാർക്ക് എന്നൊക്കെ പറയുന്ന വിഷയമൊന്നും ഇല്ല. ഓക്കെ, അപ്പം ഏതൊക്കെ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഗോൾഡ്, അതുപോലെ തന്നെ NSAID എന്തായാലും എഴുതിയേക്കണം കേട്ടോ. ഓക്കെ, പാമിഡ്രോണേറ്റ്, ഇന്റർഫെറോൺ, ഹെറോയിൻ, ലിത്തിയം. ഇതിലെ ലിത്തിയം, ഇന്റർഫെറോൺ, NSAID ഇതും എന്തായാലും എഴുതണം. ഓക്കെ, അപ്പം NSAID ഉണ്ടാക്കുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്, മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക് സിൻഡ്രോം. മിനിമൽ ചേഞ്ച് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവര് ഗ്ലോമറിലേക്കകത്ത് ഉണ്ടാകുന്ന ലീഷൻസ് വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ മിനിമൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ NSAID ഉണ്ടാകുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്. അതുപോലെ ഗോൾഡ്, പിന്നെ പെൻസിലാമീൻ അവരൊക്കെ ഉണ്ടാക്കുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത് മെംബ്രേനിയസ് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്. മെംബ്രേനിയസ് നെഫ്രോട്ടിക് സിൻഡ്രോം, ഗോൾഡ് ആൻഡ് പെൻസിലാമീൻ. ഓക്കെ, ഇനി പിന്നെ ലിഥിയം, ഇന്റർഫെറോൺസ് ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്നത് ഫോക്കൽ ഗ്ലോമർലോസ്ക്ലീറോസിസ് ആണ്. ഫോക്കൽ ഗ്ലോമർലോസ്ക്ലീറോസിസ്, ഇന്റർഫെറോണും ലിഥിയവും. അപ്പം NSAIDs ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഈ പഠിച്ച മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക് സിൻഡ്രോം. പിന്നെ ഗോൾഡും പെൻസിലാമീനൊക്കെ ഉണ്ടാക്കുന്നത് മെംബ്രേനിയസ് ആണ്. പിന്നെ ലിഥിയം, ഇന്റർഫെറോൺ അവരൊക്കെ ഉണ്ടാക്കുന്നത് ഫോക്കൽ ഗ്ലോമർലോസ്ക്ലീറോസിസ് ആണ്. ഓക്കെ, പിന്നെ DDs ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം, അത് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, മറ്റേ ഗ്ലോമർലോ നെഫ്രൈറ്റിസ് ഇതിന്റെ ഒരു DD ആണ്. പിന്നെ ക്വാഷിയോക്കർ, അതൊരു DD ആണ്, ക്വാഷിയോക്കർ. പിന്നെ എന്തേലും ഹെപ്പാറ്റിക് ഡിസീസോ, കാർഡിയക് ഡിസീസോ, റീനൽ ഡിസീസോ ഏത് വേണേലും നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ഗ്ലോമർലോ നെഫ്രൈറ്റിസ്, ക്വാഷിയോക്കർ, ഹെപ്പാറ്റിക്. പിന്നെ ഇതിലെ ഇമ്പോർട്ടന്റ് ആണ് നെഫ്രോട്ടിക്കും നെഫ്രൈറ്റിക്കിന്റെയും തമ്മിൽ ഡിഫറൻസ്. നെഫ്രൈറ്റിക് എന്ന് പറയുമ്പോൾ ഐറ്റിക് എന്ന് പറയുമ്പോൾ എന്തുവാ, ഇൻഫ്ലമേഷനാ. അപ്പൊ നെഫ്രൈറ്റിക്കിന്റെ കോസ് എപ്പോഴും ഒരു ഇൻഫ്ലമേറ്ററി ആയിരിക്കും. നെഫ്രോട്ടിക്കിന്റെ എന്ന് പറയുമ്പോൾ എന്ത് വേണേലും ആകാം. അതുകൊണ്ട് നമ്മൾ നോൺ ഇൻഫ്ലമേറ്ററി എന്നാ പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോം, അത് അതിന്റെ കോസ് നോൺ ഇൻഫ്ലമേറ്ററി ആണ്. നെഫ്രൈറ്റിക് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേറ്ററി കോസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ PAEL, അതിൻ്റെ അകത്ത് മാസീവ് പ്രോട്ടീനൂറിയയും അതുപോലെ തന്നെ എഡിമയും മാസീവ് പ്രോട്ടീനൂറിയൊക്കെ നെഫ്രോട്ടിക് സിൻഡ്രോത്തിലാണ് ഏറ്റവും പ്രോമിനന്റ്. എഡിമയും മാസീവ് പ്രോട്ടീനൂറിയും അത് മൈൽഡ് ആണ് നെഫ്രൈറ്റിക്കിൽ, എഡിമയും പ്രോട്ടീനൂറിയും. അപ്പൊ മോസ്റ്റ് പ്രോമിനന്റ് എന്ന് പറയുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പോ ആൽബുമിനീമിയ പറഞ്ഞു, പിന്നെ ഹൈപ്പർ ലിപ്പിഡീമിയ പറഞ്ഞു. ഈ രണ്ട് ഫീച്ചറും നെഫ്രോട്ടിക്കിലേ കാണത്തുള്ളൂ, നെഫ്രൈറ്റിക്കിൽ ഇത് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ഹൈപ്പോ ആൽബുമിനീമിയയും അതുപോലെ തന്നെ ഹൈപ്പർ ലിപ്പിഡീമിയയും ഇത് ഓൺലി പോസിറ്റീവ് ഇൻ കേസ് ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം. നെഫ്രൈറ്റിക്കിൽ ഇത് രണ്ടും ആബ്സെന്റ് ആണ്. ഓക്കെ, പിന്നെ ബി പി ഒക്കെ കൂടുതലും സിവിയർ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് നെഫ്രൈറ്റിക്കിനാണ്. ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഓർക്കേണ്ട സംഭവം ഞാൻ പറയാം. ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് പറയേണ്ടത് എന്തുവാ, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. പത്തോളജി ഓർത്തോണം. ഇപ്പോൾ ഹൈപ്പർ കൊയാഗുലബിലിറ്റി, പിന്നെ ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ടാവും, പിന്നെ എഡിമ ഉണ്ടാവും. അതിൻ്റെ പത്തോളജി ജസ്റ്റ് ആലോചിക്കുക. പിന്നെ PAEL, മാസീവ് പ്രോട്ടീനൂറിയ, ഹൈപ്പോ ആൽബുമിനീമിയ, എഡിമ. ഓക്കെ, ഹൈപ്പർ ലിപ്പിഡീമിയ. മാസീവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഹൈപ്പോ ആൽബുമിനീമിയ എത്രയാണ്, അത് ഓർത്ത് വെക്കണം. പിന്നെ നെഫ്രോട്ടിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് ഓർത്ത് വെച്ചേക്കണം. പിന്നെ രണ്ട് ഇത് ട്രാൻസിയന്റ് പ്രോട്ടീനൂറിയും ഓർത്തോസ്റ്റാറ്റിക്. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, യൂറിൻ്റെ അകത്ത് കുറെ ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ റേഷ്യോസ്, പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ, ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ, അതൊക്കെ യൂറിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ 24 hour യൂറിൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്സ്റ്റിക് ആയിരുന്നു പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് PCR-ഉം ACR-ഉം ഒക്കെ. പിന്നെ ബ്ലഡിൻ്റെ അകത്താണെങ്കിൽ ആൽബുമിന്റെ ലെവൽ നോക്കുക, സോഡിയം, കൊളസ്ട്രോൾ. പിന്നെ വേറെ റീനൽ ബയോപ്സി നമ്മൾ ചെയ്തിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വഴിയോ അല്ലെങ്കിൽ ഇമ്യൂണോഫ്ലൂറസെൻസ് വഴിയോ നോക്കണം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വഴിയാണെങ്കിൽ നമ്മൾ എപ്പിത്തീലിയൽ ഫുഡ് പ്രോസസ്സിന്റെ ഡാമേജ്, ഇമ്യൂണോഫ്ലൂറസെൻസ് ആണെങ്കിൽ നമ്മൾ മെസാഞ്ചിയത്തിൽ IgM ഡെപ്പോസിറ്റ് കാണാൻ പറ്റും ഇമ്യൂണോഫ്ലൂറസെൻസ് ചെയ്യുമ്പോൾ.
പിന്നെ വേറെ കുറെ ഞാൻ പറഞ്ഞ സെക്കൻഡറി കോസസ് എല്ലാം ഓർക്കണം. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഡയഗ്നോസിസ്. ഇപ്പൊ TB ആണെങ്കിൽ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ്, AFB സ്റ്റെയിനിങ് അതൊക്കെ നോക്കുക. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ആണോ എന്ന് അറിയാൻ വേണ്ടി HBsAg അതെല്ലാം നോക്കുക. പിന്നെ ജനറൽ മാനേജ്മെന്റ് ഉണ്ട്, ഇതിന് സ്പെസിഫിക് മാനേജ്മെന്റ് ഉണ്ട്. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ സ്റ്റീറോയിഡ് ആ കൊടുക്കുന്നത് 60-40, 6 വീക്സ് 6 വീക്സ് 12 വീക്സ് ആ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ജനറൽ മാനേജ്മെന്റിൽ ഡയറ്റ് നോക്കുക, പിന്നെ പാരന്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുക, എഡിമ ഉണ്ടെങ്കിൽ ഡയററ്റിക്സ് കൊടുക്കുക, ആ സംഭവമൊക്കെ ഓർക്കുക. പിന്നെ കോംപ്ലിക്കേഷൻസ് ഓർക്കുക, അതിനുള്ള ട്രീറ്റ്മെന്റ്സ് എന്തോ കൊടുക്കുന്നതെന്ന് ഓർക്കുക. പിന്നെ ഡ്രഗ്സ് കോസിങ്, അതിൽ NSAID ഓർക്കണം, ലിഥിയം, ഇന്റർഫെറോൺ, ഇത് എന്തായാലും എഴുതണം. NSAID മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാക്കുന്നത് ഓർത്ത് വയ്ക്കും. പിന്നെ DDs. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാവേ, ക്വസ്റ്റ്യൻ ഫോട്ടോ എടുത്തില്ല, വായിക്കാം. 5-year-old boy presented to the pediatric OPD with puffness of eyelids. ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഐലിഡിലായിരിക്കും പഫ്നെസ് വരുന്ന കുട്ടികളിൽ, followed by swelling of both legs since 2 days. Mother gives a history of frothing on flushing after the child passes urine. ഞാൻ പറഞ്ഞല്ലോ ഫ്രോത്തിങ്ങിന് കാരണം എന്താ? പ്രോട്ടീൻസ്. പിന്നെ മിൽക്കി അപ്പിയറൻസിന് കാരണം എന്താ? ലിപ്പിഡ്സ്. കൊളസ്ട്രോൾ. പിന്നെ വാട്ട് ഈസ് യുവർ ഡയഗ്നോസിസ്? നെഫ്രോട്ടിക് സിൻഡ്രോം എഴുതി വെച്ചാൽ മതി. ഓക്കെ, മിനിമൽ ചേഞ്ച് ആണ് സംഭവം. നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് എഴുതി വെച്ചാൽ മതി, നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മള്. പിന്നെ വാട്ട് ആർ ദ DDs? ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്, അതെന്തായാലും എഴുതണം, ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്. പിന്നെ ക്വാഷിയോക്കർ. പിന്നെ നമ്മൾ ആ സെക്കൻഡറി കോഴ്സിൽ പറഞ്ഞ കുറെ ഡിസീസ് ഉണ്ടല്ലോ, അതൊക്കെ വരിയൊക്കെ എഴുതുക. ഓക്കെ, പിന്നെ കൺഫേം ഡയഗ്നോസിസ് എങ്ങനെ ചെയ്യും? ഹൗ വിൽ യു കൺഫേം? യൂറിനകത്ത് എന്തൊക്കെ നോക്കും? ഹെവി പ്രോട്ടീനൂറിയ, ഹെമറ്റൂറിയ നോക്കണം യൂറിൻ്റെ അകത്ത്. പിന്നെ കാസ്റ്റ് കാണാം, യൂറിനറി പ്രോട്ടീൻസ് നോക്കുക, കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി അതൊക്കെ നോക്കുക. ഓക്കെ, പിന്നെ ബ്ലഡിന്റെ അകത്ത് എന്തൊക്കെയാ? ബ്ലഡ് ആൽബമിൻ കുറവാണ്, കൊളസ്ട്രോൾ കൂടുതലാണ്. ഓക്കെ, പിന്നെ TB ആണോന്ന് അറിയാൻ വേണ്ടിട്ട്, അല്ലെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ചെസ്റ്റ് എക്സ്റേ, മാൻഡോസ് ടെസ്റ്റ്. ഓക്കെ, സ്പ്യൂട്ടം, AFB. പിന്നെ SLE ആണെന്ന് റൂൾ ഔട്ട് ചെയ്യാൻ ആന്റിബോഡീസ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B, HBsAg. ഓക്കെ, പിന്നെ റീനൽ ബയോപ്സിയുടെ ഇൻഡിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്, അത് നോക്കണം. പിന്നെ മാനേജ്മെന്റ് ഓഫ് കണ്ടീഷൻ, ജനറൽ മാനേജ്മെന്റ് ഉണ്ട്, സ്പെസിഫിക് ഉണ്ട്. ജനറൽ എന്തോ ഏറ്റവും ഇമ്പോർട്ടന്റ്? പ്രോട്ടീൻ റിച്ച് ഡയറ്റ് കൊടുക്കണം. ഓക്കെ, പ്രോട്ടീൻ റിച്ച്. പിന്നെ എഡിമ നമ്മൾ സ്പെസിഫിക് തെറാപ്പി കൊടുത്ത് കുറഞ്ഞില്ലേ മാത്രമേ നമ്മൾ ഡയററ്റിക്സ് കൊടുക്കാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പേഷ്യന്റ് ഹൈപ്പോവോളിയമി അടിച്ചു പോകും. ഓക്കെ, പിന്നെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ പറയൂ. സ്റ്റീറോയിഡ് കൊടുക്കും. അത് ഡോസ് കൊടുത്തോണേ, 60-ഉം 40-ഉം mg. ഓക്കെ, mg/m²/day. പിന്നെ 6 വീക്സ് സിംഗിൾ ഡോസ് ആദ്യത്തത്. 40 കൊടുക്കുമ്പോൾ സിംഗിൾ ഡോസ് ആണ്, പക്ഷെ ഓൾട്ടർനേറ്റ് ഡേയ്സ്. ഇങ്ങനെ 12 വീക്ക് കഴിയുമ്പോൾ തന്നെ എഡിമ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കുറഞ്ഞിരിക്കും. ഓക്കെ, പിന്നെ ഡ്രഗ്സ് കോസിങ് നെഫ്രോട്ടിക് സിൻഡ്രോം, അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, തീർന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കേടാ, ശരി, താങ്ക് യു.